ഇന്നലെ എൻ്റെ വൈഫ് എന്നെ പറ്റിച്ച് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വെൽക്കം ബാക്ക് ഇംഗ്ലീഷ് ഗുരു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പറ്റിച്ചു, ചതിച്ചു, തിന്നു, പറഞ്ഞു, പോയി, കണ്ടു, അങ്ങനെയുള്ള കഴിഞ്ഞുപോയ കാര്യങ്ങൾ. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെ ആ കാര്യത്തെ കുറിച്ചിട്ട് പറയാമെന്നാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് 8ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്, ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. ചെയ്യാറുണ്ട്, പറയാറുണ്ട്, പോകാറുണ്ട്. പിന്നീട് നമ്മൾ പഠിച്ചത് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ആ പ്രസന്റ് സിറ്റുവേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി പഠിച്ചു. ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ മൊബൈൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ വേണ്ടി പഠിച്ചു. ഇനി ചെയ്തു, പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് ഇത് പോയി കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞു, അങ്ങനെ കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ കഴിയുക? പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ് കാണുന്നതെങ്കിൽ നിർബന്ധമായും പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സും കണ്ടതിന് ശേഷം, ഈ 7 ക്ലാസ്സും കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ട്, റിപ്പീറ്റ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ അവോയ്ഡ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുക. അപ്പോൾ മുമ്പത്തെ ക്ലാസ് കണ്ടവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കാണുമ്പോൾ ഈ ക്ലാസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു മാംഗോ ജ്യൂസ് കുടിക്കുന്ന ലാഘവത്തോടെയാണ് ക്ലാസ് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. സിമ്പിൾ പ്രസന്റിനെ കുറിച്ചിട്ട് പഠിച്ചു. ഇതിന്റെ പേര് ഓർത്ത് വെക്കൽ നിർബന്ധമില്ല, എന്നാൽ നിങ്ങൾ അറിഞ്ഞു വെച്ചോ. പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ചിട്ടും നമ്മൾ പഠിച്ചു. ഇത് പതിവായി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ പ്രസന്റിൽ നൗ ഹാപ്പനിങ്, ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് എങ്ങനെ പറയാം എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പാസ്റ്റ് ടെൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞവയിലൊക്കെ ഐ, വി, യു, ദേ പ്ലൂരൽ വരുമ്പോൾ ഒരു ഫോം, ഹി, ഷീ, ഇറ്റ് സിംഗുലർ വരുമ്പോൾ മറ്റൊരു ഫോം ആയിട്ടാണ് ഉണ്ടായത്. നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. ഐ ആം എന്നാണ് പറയുക, വി ആർ എന്നാണ് പറയുക, ഹി ഈസ്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഗ്രാമർ ഇത് ഒരു പാർട്ടായിട്ടും ഇത് മറ്റൊരു പാർട്ടായിട്ടുമാണ് നമ്മൾ ഇന്ന് പഠിച്ചു കൊണ്ടിരുന്നത്. പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ അങ്ങനെയാണ് നമ്മൾ പഠിച്ചു കൊണ്ടിരുന്നത്. പാസ്റ്റ് ടെൻസിൽ ഐ വന്നാലും, വി വന്നാലും, യു വന്നാലും, ദേ വന്നാലും, പ്ലൂറൽ വന്നാലും, ഹി, ഷീ, ഇറ്റ് സിംഗുലർ വന്നാലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ പാസ്റ്റ് ടെൻസ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി, അല്ലാതെ വേറെ ഒരു ഫോമും ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ചേർക്കേണ്ട വേർബിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം. അതിന്റെ പാസ്റ്റ് ഫോമും നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. ഈ പാസ്റ്റ് ഫോം എങ്ങനെ നമുക്ക് മനസ്സിലാവും? പണ്ട് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈഡ് ചേർത്താൽ മതി, ഈഡ് ചേർത്താൽ മതി. ഞാൻ പാചകം ചെയ്തു എന്നെങ്ങനെയാണ് പറയുക? പാചകം ചെയ്യുക എന്ന വാക്ക് കുക്ക്, ഇതിന്റെ കൂടെ പ്ലസ് ഈഡ് ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ പാസ്റ്റ് ഫോമായി. ഐ കുക്ക്ഡ് ചപ്പാത്തി, ചപ്പാത്തി ഞാൻ പാചകം ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഈഡ് ചേർത്തപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആയി. അപ്പോൾ എല്ലാ വേർബ്സിനും ഇങ്ങനെ നമുക്ക് ഈഡ് ചേർത്ത് കൊടുത്താൽ മതിയോ? ഗോ എന്ന വാക്കിനർത്ഥം പോവുക. അപ്പോൾ പോയി എന്നെങ്ങനെ പറയും? വെന്റ്. ഇവിടെ ഈഡ് ചേർത്തിട്ട് ഗോഡ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വെന്റ് എന്നാണ് ഗോയിന്റെ പാസ്റ്റ് ടെൻസ്. കം എന്ന വാക്കിനർത്ഥം വരിക. അപ്പോൾ വന്നു എന്നെങ്ങനെ പറയും? came. അപ്പോൾ നമ്മൾ വാക്കുകളുടെ അർത്ഥവും അതിന്റെ പാസ്റ്റ് ടെൻസും എങ്ങനെയാണ്, പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് വരിക എന്ന് പഠിച്ചു വെക്കുക എന്നല്ലാതെ വേറെ യാതൊരു വിധത്തിലുള്ള വഴിയുമില്ല. അപ്പോൾ നമ്മളൊരു വീട് നിർമ്മിക്കാൻ തുടങ്ങിയതുപോലെ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വീടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴികുത്തി പ്രോപ്പർ പ്ലാനിങ് ഒക്കെ ആയി. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം അതിന്റെ കല്ലാണ്. ഒരു വീട് വെക്കണമെങ്കിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് കല്ലാണ്. ഈ കല്ലുകൾ പോലെയാണ് വേർബ്സ്. വേർബ് എന്താണെന്ന് അറിയാത്തവർ എൻ്റെ ഡേ 1 ക്ലാസ് കാണുക. വേർബിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി വേർബിന്റെ പാസ്റ്റ് ടെൻസ് എങ്ങനെ മനസ്സിലാകും എന്നതിന് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഗോ എന്ന വാക്ക് പോവുക എന്നതാണെങ്കിൽ അതിന്റെ പാസ്റ്റ് ടെൻസ് വെന്റ് എന്നാണ് എന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക എന്നല്ലാതെ വേറെ യാതൊരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ വേർബ്സിന് വേണ്ടി മാത്രമുള്ള, വേർബ്സും അതിന്റെ പാസ്റ്റ് ടെൻസിനെയും കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് വേർബ്സിനെ കുറിച്ചിട്ട് മാത്രമുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ തൊട്ടടുത്ത ദിവസം തന്നെ അതും അപ്ലോഡ് ചെയ്യുന്നതാണ്. കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതുവരെയുള്ള വീഡിയോകൾ കാണുക. നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വേർബ്സിന് വേണ്ടി മാത്രമുള്ള വീഡിയോ നിർബന്ധമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന 500 വേർബ്സിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അത് കാണുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ ഇംഗ്ലീഷ് ഉപയോഗിക്കാമെന്ന ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ബൈ.